നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന മാസം പോലും ഏതാണ്? പരിശുദ്ധമായ പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽ ഒരു മാസത്തിലല്ലേ? അതേ ദുൽഹജ്ജ് മാസത്തിന്റെ തുടക്കത്തിലാ നമ്മളുള്ളത്. ഈ ദുൽഹജ്ജ് മാസം അതേ ഇന്നലെയാണ് ഇവിടെ ഒന്നായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇനി മുതൽക്കുള്ള ആദ്യത്തെ 10 ദിവസങ്ങൾ എത്രത്തോളം സഹോദരാ സഹോദരി നമ്മൾ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട ദിവസങ്ങളാണ്. അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ധാരാളമായി നന്മകൾ വാരിക്കൂട്ടാൻ, സ്വർഗത്തിലേക്ക് നമുക്ക് സീറ്റുറപ്പിക്കാൻ പറ്റിയ പ്രവർത്തനങ്ങൾ ചെയ്തു കൂട്ടാൻ ഏറ്റവും വലിയ സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പല സഹോദരങ്ങളും അശ്രദ്ധരാകുന്ന ദിവസങ്ങളാണ്. റമളാനിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമേ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പ്രത്യേകം പുണ്യമുള്ള ദിവസങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്കെല്ലാം സുപരിചിതമായ അധ്യായമല്ലേ സൂറത്തുൽ ഫജ്ർ. അതിന്റെ തുടക്കത്തിലെ റബ്ബ് സുബ്ഹാനഹു പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. അതേ മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുന്നു ഏതാണ് ഈ 10 ദിവസങ്ങൾ. ഏതാണ് ഈ 10 ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? അത് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണെന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അടക്കമുള്ള സ്വഹാബിമാർ നൽകിയ വ്യാഖ്യാനം. എന്താണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകത? സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ ഹബ്ബു ഇലൈഹി ഫീഹിന്നൽ അമലു മിൻ ഹാദിഹിൽ അയ്യാം ഫാക്സിറൂ ഫീഹിന്ന മിനത് തഹ്ലീലി വത്തസ്ബീഹി വത്തക്ബീരി വത്തഹ്മീദ്. അല്ലാഹുവിന്റെ അടുക്കൽ സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും മഹത്വമുള്ള ദിവസങ്ങളാണ്. കർമ്മങ്ങൾ ചെയ്യുന്നവരോട് പടച്ചവന് ഏറ്റവും വലിയ ഹുബ്ബുണ്ടാകുന്ന, ധാരാളം അല്ലാഹ് നമ്മളെ സ്നേഹിക്കുന്ന, നാം ചെയ്യുന്ന നല്ല നല്ല കാര്യങ്ങൾക്ക് വർദ്ധിതമായ തോതിൽ പുണ്യം ലഭിക്കുന്ന, മുൻ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കൂടുതൽ അല്ലാഹു നമ്മുടെ നന്മയുടെ പട്ടികയിൽ നമുക്ക് പ്രതിഫലം എഴുതി ചേർക്കുന്ന ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അത് മുസ്ലിം മനസ്സിലാക്കണം. ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുത്തുകൊണ്ട്, നിസ്കാരം അതിന്റെ സമയത്ത് തന്നെ നിർവഹിച്ചുകൊണ്ട്, സുന്നത്ത് നിസ്കാരങ്ങൾ അതേ കൃത്യസമയത്ത് തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട്, രാത്രിയിലെ നമസ്കാരവും അതുപോലെ തന്നെ ചിട്ടയോടെ നിർവഹിച്ചുകൊണ്ട്, പരിശുദ്ധ ഖുർആൻ ധാരാളമായി ഓതൽ അധികരിപ്പിച്ചുകൊണ്ട്, അതുപോലെ ദിക്റുകളും ദുആകളും സ്വലാത്തുകളും തസ്ബീഹുകളും, അങ്ങനെ എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാനുണ്ടോ അവിടുന്ന് പറയുന്നു ഈ ദിവസങ്ങളിൽ ഫാക്സിറൂ, ആകയാൽ നിങ്ങൾ അധികരിപ്പിക്കണേ, ഫീഹിന്ന, ഈ ദിവസങ്ങളിൽ, ദുൽഹജ്ജിലെ ആദ്യ നാളുകളിൽ നിങ്ങൾ വർദ്ധിപ്പിക്കണേ മുസ്ലിമീങ്ങളെ. ഇത് സാന്ദർഭികമായി ഞാൻ എന്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കുകയാണ്. അശ്രദ്ധമായി തള്ളേണ്ട ദിവസങ്ങളല്ല. പുണ്യപൂർണമായ സമയങ്ങളിലൂടെ, ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വർഗം വേണ്ടേ? പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് പാപമോചനം വേണ്ടേ? അവനിൽ നിന്ന് നമുക്ക് അവന്റെ തൃപ്തി കിട്ടണ്ടേ? മഹാന്മാരോടൊപ്പം സ്വർഗത്തിലെത്തണ്ടേ? ഫാക്സിറൂ ഫീഹിന്ന, ഈ ദിവസങ്ങളിൽ നിങ്ങൾ വർദ്ധിപ്പിച്ചോളണം. മിനത് തഹ്ലീലി വത്തസ്ബീഹി വത്തക്ബീരി വത്തഹ്മീദ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ അൽഹംദുലില്ലാഹ് ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചോളണം. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ ദിക്റുകൾ തുടങ്ങുകയാണ്. രാത്രി അവൻ ഉറങ്ങുന്നത് വരെ ചൊല്ലാനുള്ള ദിക്റുകൾ മഹാനായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുമാണ്. ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, വീട്ടിൽ കുടുംബനാഥകളല്ലേ നിങ്ങൾ, ഗൃഹനായികകളല്ലേ നിങ്ങൾ? നിങ്ങളോട് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചോദ്യമുണ്ട്. വളരുന്ന തലമുറയോട് നിങ്ങൾ ഈ ദിക്റുകൾ കൈമാറണം.
രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റുകൾ പഠിപ്പിക്കണം. ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ദിക്റുകൾ പഠിപ്പിക്കണം. അതിന്റെ അർത്ഥം പഠിപ്പിക്കണം. തെറ്റുകൂടാതെ മനഃപ്പാഠമാക്കണം. അത് ചൊല്ലണം, ചൊല്ലിപ്പിക്കണം, അത് ശീലിപ്പിക്കണം. അതിന് ഉമ്മമാരെ നമ്മളത് പ്രയോഗത്തിൽ വരുത്തണ്ടേ? ഉപ്പമാരെ നമുക്കതറിയണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും മനസ്സിനെന്തൊരു സമാധാനമാണ്, എന്തൊരു സ്വസ്ഥതയാണ്, വീട്ടിൽ എന്തൊരു ഐശ്വര്യമാണ്, വീടിന് എന്തൊരു ബറക്കത്താണ്. കുടുംബങ്ങളതാ അള്ളാഹു അവരോട് കൽപ്പിച്ചതുപോലെയുള്ള ദിക്റുകളും ദുആകളും സ്വലാത്തുകളുമൊക്കെ ഏത് കാലഘട്ടത്തിലും നമുക്ക് അനിവാര്യമായ സംഗതിയാണ്. മനുഷ്യ മനസ്സുകളുടെ ടെൻഷൻ മാറാൻ